അല്ല ആരൊക്കെ വന്നാലേ രുചിയുടെ കാര്യത്തിൽ നമ്മുടെ തട്ട് താന്ന് തന്നെ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ ഇങ്ങനെ പിടക്കല്ലേ എന്തുട്ടാണ്ടാ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ വേദനിക്കാത്ത രീതിയിൽ അങ്ങോട്ട് കഴുകി വരെ അങ്ങോട്ട് എടുക്കാട്ടാ. ഇനി എന്തുട്ടാ സമയങ്ങളെയാള് നമ്മുടെ കഴുകി വരെ ചെമ്മീനിലേക്ക് നമ്മുടെ സ്പെഷ്യൽ കൂട്ടായ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ചേർത്തരച്ചൊരു പേസ്റ്റ്, പിന്നെ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പിന്നെ ഒരു നാരങ്ങ അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് പിഴിയുക. പിന്നെ ഇങ്ങനെ റൗണ്ട് 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 എന്ന് പറഞ്ഞിട്ട് മിക്സ് ആക്കി എടുക്കാട്ടാ. അപ്പൊ അതേ സാധനം ഇങ്ങനെ ചൊവ്വാന്ന് കിട്ടുന്നേ. ഇനി ഇതെടുത്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പൊ റെസ്റ്റ് ചെയ്തിട്ട് വെറുതെ കണ്ടട്ടാ ആ സമയത്തെ കണ്ണീര് വരണ സബോളയും പുളിപ്പ് തരണ തക്കാളിയും തരണ മുളകും നമുക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ കഴിഞ്ഞപ്പോ പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ സാധനം ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമായിന്ന്. ഇവിടെ നിന്ന് കേട്ടാ നമ്മുടെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കാൻ പോണേ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കൈപ്പിടിയിലോട് നമ്മൾ ചെമ്മീൻ അങ്ങോട്ട് എടുത്തിടുക, വറുത്ത് വരിക, കോരി മാറ്റുക, അത്രയ്ക്കുള്ള പരിപാടി. നമുക്ക് കണ്ണീര് നമ്മുടെ സബോളയ്ക്ക് എന്തരാവേണ്ട സമയമായിട്ടാ. സബോള അങ്ങോട്ട് എടുത്തിട്ടിട്ട് കുറച്ചങ്ങോട്ട് വയറ്റിയിട്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൂട്ടില്ലേ ജിഞ്ചറും ഗാർലിക്കും ചില്ലി പേസ്റ്റ് അതങ്ങോട്ട് ഇടാം. നമുക്ക് എന്തിനിപ്പോൾ അത് മാത്രമാക്കണേ, തക്കാളി ഇടുക, പച്ചമുളക് ഇടുക, പിന്നെ രണ്ടിളക്ക അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ കുറച്ച് ഉപ്പും കൂടി മാറിയിട്ടിട്ട് വീണ്ടും ഇളക്കുക, രണ്ടെണ്ണം അങ്ങോട്ട് ഇങ്ങോട്ട്. ഇവരെല്ലാവരും കൂടി മിക്സായി ഒറ്റ സെറ്റായി കഴിയുമ്പോഴേ മൈൻഡ് ആക്കണ്ട് സൈഡിലോട്ട് അങ്ങോട്ട് ചെക്കഞ്ഞ് മഞ്ഞ് വെച്ചിട്ടേ മാറ്റി വെച്ചിട്ടേ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഗ്യാപ്പ് ഉണ്ടാക്കിയത് വേറെ ആയിരിക്കല്ലാട്ടാ, നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇവരിട്ടിട്ട് അങ്ങോട്ട് വയറ്റാ മതിട്ടാ, കരിക്കണ്ട. അവര് സെറ്റായി കണ്ടല്ലേ. പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് പിന്നെ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കിങ്ങിനെ എൻട്രി ആവാനുള്ള സമയമായി. വേറെ ആരല്ല, ചെമ്മീൻ തന്നെ. ആശാനെ എടുത്തിട്ട് അതിലേക്ക് തട്ടിയിട്ടേ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് മിക്സ് ആക്കുക. ആശാൻ മിക്സായി വന്നു ഉറപ്പായി കഴിഞ്ഞാൽ ഒരു പാത്രം എടുത്തോട്ട് ഒന്ന് മൂടി വെച്ചിട്ടേ ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. വേറെ ഒന്നിനല്ലാട്ടാ, ആശ നമ്മുടെ മസാലയായിട്ട് ഒന്ന് കൂടി പിടിക്കാനാ. അത് കഴിഞ്ഞാൽ തുറക്കുക, ഒന്ന് വരട്ടി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് നമ്മുടെ സാധനം. ഇനിയിപ്പോൾ അതിൻ്റെ മണ്ടയിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയും മാറിയിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊട്ട് നോക്കിയിരിക്കാനായിട്ട്. അപ്പോൾ പോയിട്ട് പടക്കി അങ്ങോട്ട്. അപ്പം ഇനി അത്രേ ഉള്ളൂ. അപ്പം ബൈ.